വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ 58ാം സ്മൃതി ദിനത്തോടനുബന്ധിച്ച് ബൂത്ത് തലങ്ങളിൽ ആദരമർപ്പിക്കലും സമർപ്പണ നിധി ശേഖരണവും നടത്തി. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും സാംസ്കാരിക ദേശീയതയുടെ വക്താവുമായ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ 58ാം സ്മൃതി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഏകാത്മ മാനവ ദർശനത്തിലൂടെ പ്രസ്ഥാനത്തിന് ദാർശനിക അടിത്തറ പാകിയ അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കി ബൂത്ത് തലങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ലക്ഷ്യമിട്ടുള്ള സമർപ്പണ നിധി ശേഖരത്തിനും തുടക്കമായി. ചടങ്ങിൽ BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗോപി ചക്കുന്നത്ത്, രാജേഷ് നമ്പ്യാത്ത, ചേലക്കര ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ പൂർവ്വകാല ഭാരതം ആദരിക്കുന്ന ഏറ്റവും വലിയ നേതാവായ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ചരമദിനം ആചരിക്കുകയാണ്. ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ എത്രമാത്രം ഉന്നതനായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ ആ മഹാവ്യക്തിത്വത്തിൻ്റെ വേർപാട് തികച്ചും ഇന്നും ചുരുളേറി കിടക്കുകയാണ്. തൻ്റെ ചുരുങ്ങിയ കാലത്ത് 52 വർഷത്തെ 1916 ജനിച്ച് 1968 അദ്ദേഹം മരിക്കുന്നതുവരെ ആ മരണം ഇന്നും കൃത്യതയില്ലാതെ വ്യക്തതയില്ലാതെ കിടക്കുന്നു. നമ്മുടെ ഭാരതത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ആദ്യകാലത്ത് ജനസംഘം രൂപീകരിച്ചത് മുതൽ ജനസംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പിന്നീട് ജനസംഘത്തിൻ്റെ അധ്യക്ഷനായി 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അകാല മരണം വരിക്കുകയായിരുന്നു. താൻ യാത്ര ചെയ്തിരുന്ന ട്രെയിനിൽ ഏതോ അജ്ഞാതർ, കള്ളന്മാരാണെന്ന് പറയുന്നു, പല കാരണങ്ങളുമുണ്ട്, അജ്ഞാതരുടെ ആക്രമണം മൂലം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ആ ഭാരതത്തിന് ഇത്ര വലിയ സംഭാവന നൽകിയ ഒരു വ്യക്തി ഭാരതത്തിലുണ്ടോ എന്ന സംശയമാണ്. അദ്ദേഹം വലിയ ഒരു ലീഡർക്ക് എന്തെല്ലാം ക്വാളിറ്റി വേണമോ അതെല്ലാം ക്വാളിറ്റിയുടെ ഉടമസ്ഥനായിരുന്നു. ഏറ്റവും വലിയ ധനതന്ത്രശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി, BJP പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ രാജഗോപാൽ, B. ശിവകുമാർ, അജയൻ തുടങ്ങിയവരും ആദരമർപ്പിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചതിനുള്ള ഭാരതത്തിന്റെ പോക്ക് ഭാരതീയയിൽ ഊന്നിയല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സർസംഘചാലക ഗുരുജി ഗോൾവർക്കുമായി ബന്ധപ്പെടുകയും ഭാരതത്തിന്റെ തത്വചിന്തയിൽ ഊന്നിയ, ഭാരത സംസ്കാരത്തിൽ ഊന്നിയ ഒരു സംഘടനയ്ക്ക് മാത്രമേ ശരിയായ രീതിയിൽ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്ന് ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സർസംഘചാലകർ സംഘത്തിന്റെ പ്രചാരകനായിട്ടുള്ള ദീനദയാൽജിയെ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അന്ന് ദീനദയാൽജി ഗുരുജിയോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇന്നും സ്മരണീയമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു മേഖലയാണ് രാഷ്ട്രീയം, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഗുരുജിയോട് പറഞ്ഞു. ഗുരുജി കൊടുത്ത മറുപടി, അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ പോകണം, എന്നാണോ നിങ്ങൾക്ക് ഇതിൽ താല്പര്യം തോന്നുന്നത് അന്ന് നിങ്ങളെ സംഘടനയിലേക്ക് തിരിച്ചു വിളിക്കുമെന്നാണ് ഗുരുജി പറഞ്ഞത്. ഇന്ന് നമ്മുടെ ദീനദയാൽജിയുടെ സ്മൃതി ദിനം ആചരിക്കുമ്പോൾ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ദിശാബോധവും ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദീനദയാൽജി കാണിച്ചു തന്ന വീക്ഷണത്തിലൂടെ നമ്മുടെ ഓരോ പ്രവർത്തകരും ഇന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്മൃതി ദിനം നമ്മളിവിടെ ആചരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക് CCV.